നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഓ ഈശോ, പിടിച്ച് എടുത്തിടാ. ഓ ഇതൊക്കെ എടുത്താലോ, ഇതിലോട്ടിടാനോ? ആ ബക്കറ്റിലോട്ട് അങ്ങോട്ടേക്ക്. ഇത് എത്ര രൂപയാണ് ഞണ്ട? അല്ല എത്ര രൂപയുടെ ഞണ്ട? 1200. ഇല്ല 800. 1 കിലോ 400 രൂപ. 2 കുട്ടിയെ കൂടുന്നുണ്ട്. അതിന്റെ ആ ഭംഗി അങ്ങ് പോകും. മറ്റേ കാലപ്പ ലൂസാകും, നിനക്ക് കടി കിട്ടും. സൂപ്പർ കാലാണ്. അങ്ങനെയല്ല ഞണ്ടിനെ പിടിക്കേണ്ടത്. എനിക്കറിയാം, ഒരു കാലല്ലേ ഉള്ളൂ. മിനിഞ്ഞാന്ന് ഞണ്ടെന്ന് പറഞ്ഞോണ്ടാ. മഡ് ക്രാബ് വലുതായ പുളിയാണ്. നല്ല ഇഷ്ടമാണ് റോബിൻ. ഒരു കാലല്ലേ ഉള്ളു. കെട്ടാൻ വേണ്ടി നോക്കിയതാ. രൂപയുടെ മീനാണ് ഇത്. ഇത്രയും നങ്ക് വട്ടമത്തി. ഒരാഴ്ചത്തേക്കുള്ള ഉണ്ട്. ഇവിടെ വന്ന് കണമ്പില്ലായിരുന്നു. ഒരെണ്ണത്തിനെ കൊക്കട ധൈര്യം ഉണ്ടെങ്കിൽ. കെട്ടേക്ക് നല്ലത്. അങ്ങനെയല്ല പിടിക്കേണ്ടത്. ഇങ്ങനെ ഹോൾഡ് ചെയ്യണം കൈ. ഇങ്ങനെ ഇങ്ങനെ അറിയാം. ഇങ്ങനെ അത് മറ്റേ കാലം ഇരിക്കുന്നു. കുത്തുന്നു. യോ ഇതൊരു ബേബി ഞണ്ട്. നമുക്ക് കിണറ്റിലിട്ടാൽ ഇത് വളരുമോ? അപ്പൊ നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ഈ ബേബി ഞണ്ടിനെ വളർത്തിയാലോ? തീരെ തൈനി. ഇതുവരെ ജീവനുള്ളത് ദിവസം കഴിഞ്ഞു പോയി. പ്രാച്ചി അല്ല, പ്രാച്ചി അല്ലല്ല, ഇത് കണമ്പ്. കണമ്പ് വരെ ജീവനുള്ള ഫ്രഷ് മീൻ. ഓ ഇതാ ഇഷ്ടം പോലെ കിട്ടുമായിരുന്നു. ഇപ്പൊ സീസൺ അല്ലെന്ന് തോന്നുന്നു. ഇപ്പൊ ഞണ്ടിന്റെ സീസൺ അല്ലെന്ന്. ജീവനുള്ള മീൻ, ഇത്രയും ഫ്രഷ് മീന് വേറെ എവിടെ കിട്ടും? പ്രാച്ചിയൊക്കെ ജീവിക്കതിന് ജീവനുണ്ട് കേട്ടോ. കണമ്പുണ്ട്. ഇതെന്ത് കണമ്പല്ല, ഇതെന്താ പൂള പൂര. അത് പൊക്കേടാ പൂരപ്പൊടി. ഇത് പൂളാനല്ലേ? ഇത് അതൊന്ന് പൊക്കിക്കേ. വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന മീനാണ്. വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന മീനാണ്, പക്ഷെ സൂപ്പർ ടേസ്റ്റുമാണ്. നങ്കിന് വംശനാശമുണ്ട്. ഇപ്പൊ കിട്ടാനില്ല. എടുത്ത് തുള്ളി കളിക്കണ കുഞ്ഞിപ്പുഴു റോബിനെ ഞണ്ടും തമ്മിൽ. അത് കൈ വെച്ചിട്ട് കമത്താതെ, ബക്കറ്റ് വെച്ച് കമത്താതെ. സൂക്ഷിച്ച് സൂക്ഷിച്ച് അവിടെ നിൽക്കും. ഞാൻ പിടിക്കാം. ഞാൻ
ഉണ്ട് ഉണ്ട്. നെക്സ്റ്റ് വൺ. അത് അവൻ പോയി ഇറങ്ങി. വിട്ടേരെ വിട്ടേരെ. ഒരു കാര്യം ചെയ്യ്. ഇത് അവിടെ ഒരു ബേബി, തൈനി ബേബി. അമ്മ ഒരു 3-4 എടുത്ത് ഫ്രീസറിൽ വെക്കണം. ആ മീൻ അതിനകത്ത് അല്ല, ഈ മീൻ തിന്നും ചിലപ്പം തിന്നുകൊണ്ടിരിക്കും. മലത്തിയിടും. ഇത് ഇട്ടേക്കട്ടെ. ഏത് വേണേലും ഇരിക്കട്ടെ. അല്ല, ആ കവറിനകത്ത് മീൻ ഇടാം. ഒരു പ്ലാസ്റ്റിക് ഈ മീൻ കവറിനകത്തോട്ട് ഇട്ടിട്ട് ഇതിന്റെ മണ്ടയ്ക്കോട്ട് വെച്ച് നങ്ക. ഞാനിത് കണ്ടോണ്ട് തന്നെ റോബിനോട് പറഞ്ഞു. എനിക്കിത് ഇഷ്ടപ്പെട്ടായിരുന്നു. സാധനം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് 2 വീട്ടിൽ വെക്കും. കാരണം ബാക്കിയൊന്നും അത്ര എപ്പോഴും കഴിച്ചില്ല. കരിമീന മൊത്തം. കരിമീൻ എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. അപ്പയ്ക്ക് ഒരു 100 രൂപയുടെ പള്ളത്തി വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ 100 രൂപയ്ക്കായിട്ട് കിട്ടത്തില്ല. അദ്ദേഹത്തിന് ഇല്ലില്ല പോട്ടെ. മല കിട്ടിയ മലയെല്ലാം കടിച്ചു പൊറത്തിട്ടു. ആ മുതുകുളം പള്ളിയുടെ നേരെ ബാക്ക് സൈഡ്. ഓപ്പോസിറ്റ് അല്ല, ബാക്കിൽ. പക്ഷെ രാവിലെ എണ്ണിക്കണം. 4 എണ്ണിച്ച്. ആരെണ്ണീറ്റ്? ഞങ്ങൾ 4 എണ്ണീറ്റ്. ഞാൻ എണ്ണീറ്റിട്ട് വിളിച്ച് വാ പോവാന്ന്. ഇല്ല, ഞാൻ 5 മണിയായിട്ട് നിങ്ങളെ വിളിച്ചാൽ മതി എന്ന് വിചാരിച്ചു. അല്ല, ഞങ്ങൾ എന്നതിന് ശേഷം തുടങ്ങിയത്. ആ സറൗണ്ടിൽ തന്നെ എല്ലാരും ഉണ്ടായിരുന്നു. അവിടുന്ന് കൊണ്ടുവരുന്നതായിരിക്കും. ഇത് ഇത്രയും. ഇത് എന്ത് മീനായിരുന്നു? അപ്പൊ നങ്ക്. വട്ടമത്തി വറുക്കണം അമ്മേ. വട്ടമത്തി വറുക്കാനേ കൊള്ളത്തുള്ളൂ, മുള്ളുള്ളതുകൊണ്ട്. ചില്ലാന് കറക്റ്റ് 2 ചില്ല. കറക്റ്റ് 2 ചില്ലാന്. ഇതിന് കൊടുക്കണം 300 രൂപ ഇത്ര സാധനത്തിന്. ഇവിടെ എത്ര 300 രൂപ. ഇതിൽ 500 രൂപ മേടിക്കാൻ വരും കടക്കാർ. മുളകെണ്ണ എന്തിനാ? വറുക്കാനോ തേങ്ങാക്കറിക്കോ? പക്ഷെ രുചി വേറെ വയ്ക്കാമേ. ഉപ്പ് വെള്ളത്തിലെ മീനല്ലേ ടേസ്റ്റ് കൂടുതൽ. പ്രാച്ചിയാണോ? അതല്ലല്ലോ. ഞാനേ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടേ മീൻ വെക്കണം. ആ സിസർ വെച്ച് വെട്ടമ്മ. ഞാൻ വെട്ടിക്കോളാം. അത് 2 എണ്ണം ഉണ്ട്. അപ്പം 3-4 ഉണ്ട്. മാന്തല് വറുക്കുകയും കൂടി ചെയ്യുന്നു. പക്ഷെ വറുക്കാൻ ഈ വീഡിയോസിനകത്തൊക്കെ, യൂട്യൂബ് വീഡിയോസ്, ഷാപ്പിലൊക്കെ ഭയങ്കര ഡിമാൻഡ്. പൂള പപ്പ എടുക്ക്. അപ്പയ്ക്ക് ഇഷ്ടമല്ല. ഇല്ല, അത് പപ്പ അപ്പയ്ക്ക് ഇഷ്ടമുള്ള ഫേവറേറ്റ് അല്ലേ.
ഒക്കെ ചെയ്യും. അല്ല ഈ ചാക്ക് ഈ ചാക്ക് എന്താണേലും മീനായി മമ്മി. എടാ ഒന്ന് പിടിച്ച് എടുക്ക. രണ്ടെണ്ണം കൊണ്ട് ഞാൻ എടുത്തില്ല. ഓക്കെ. അപ്പോൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് 2 ഫാമിലിക്ക് ഹാഫ് ബക്കറ്റ്. ഹാഫ് ഇല്ല, അല്ലല്ല. ഓക്കെ ഓക്കെ. ഇങ്ങനെ നോക്കട്ടെ. ഇങ്ങനെ ബുക്ക് എടുത്താൽ മതി. അമ്മച്ചി ഇതിൽ മാത്രം മീൻ എന്തിനാ ഇതിൽ